മീനിൽ നല്ല വൃത്തി മസാല പിടിച്ചിട്ടുണ്ട്. ഓ ഇത് കണ്ടാ നല്ല അലുവ കഷ്ണം പോലെ ഉണ്ടല്ല. മീൻ കണ്ട അങ്ങനെ തന്നെ അച്ഛനും മോനും പൈസ ഒന്നും നോക്കൂല, വാങ്ങിയിട്ട് വരും. മീനിൽ എത്ര പൈസയാമോ? മീൻ കൂലികളാന്ന് 2 മീൻ കൂലികൾ. എനക്കും വേണപ്പ മീൻ, എന്നാലും ഞാൻ ഇത്ര വലിയ പൈസ ഒന്നും മേടിക്കൂല. ഓ ഇനി മറ്റാളും കൂടി മീൻ കൊണ്ടുവരുമോപ്പ? ഇവിടുന്ന് പോയിട്ടുണ്ട്. മീൻ കിട്ടീനി നമ്മുടെ ഇതെന്നാ ഓലയാക്കിയില്ല എന്നോ പറയുന്നുണ്ടായിരുന്നു. ഡാപ്പനും പോയിട്ടുണ്ട്, കൊണ്ടുവരും പറയാൻ കഴിയില്ല. മീൻ മുറിക്കുന്നുണ്ടല്ലോ. മീൻ മേടിച്ചിട്ടൊന്നോ? അച്ഛൻ കൊണ്ടുവന്നതാന്ന്. ഇതാ ഓലയെന്നോ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഓലമീനിന്റെ നല്ല മീനാണ് കേട്ടാ. അത് ഇത് മുറിച്ചിട്ടാ കൊണ്ടുവന്നെ. കൊണ്ട് വാങ്ങി തന്നാന്ന്. ഇത് ചെമ്മീനാണ്. ഇതെന്നാ കൊണ്ടിനി ചാടിയെന്നാ? നിനക്ക് ചൂടുണ്ടാവില്ലേ അല്ലേ? നാളെ ആക്കല്ലേ? അച്ഛൻ മൊബൈൽ ഉണ്ടെങ്കിൽ വിളിച്ചു പറയായിരുന്നു. അച്ഛൻ മൊബൈൽ എടുക്കൂലല്ലേ? അച്ഛൻ നാട്ടിൽ വാങ്ങിയതായിരിക്കും അല്ലേ? അപ്പൊ അച്ഛൻ മീൻ കൊണ്ടുവന്ന് ഞാൻ മീൻ കൊണ്ടുവന്നേ. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ? ചെമ്മീൻ ചെറുതാണ്. അപ്പൊ നമ്മുടെ ഓലമീൻ കറി വെക്കാം അല്ലേ? കറി എന്നാ കാത്തുന്നു? എന്നാണ് കുർത്തക്കട കളിക്കുന്ന വെണ്ണീര് വാങ്ങിട്ട്? അപ്പൊ നമ്മുടെ മീൻ ഏകദേശം വേഗം മുറിച്ചൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അലുവ കഷ്ണം അല്ലേ? രണ്ടാളും കുഞ്ഞത്. കുഞ്ഞിനെ കുളിപ്പിക്കാന്ന് രണ്ടാളും. മുറിച്ചല്ലേ? അങ്ങനെ നമ്മുടെ ഓലമീൻ മുറിച്ചായിട്ടുണ്ടേ. ഇവക്ക് എളുപ്പത്തിൽ മുറിച്ചു അല്ലേ? പിന്നെ കഴുകി ഈ മീനെ നിങ്ങളാരും കണ്ട അല്ല വാങ്ങിനൊന്ന് കമന്റ് ചെയ്യണേ. ഓലമീൻ ഓല വലിയ കടലില് വലിയ മീനാണ്. എന്നാന്ന് നീ അപ്പൊ തിന്നിനു ഓലമീൻ? ഓലമീൻ ആദ്യമായിട്ട് വെക്കുന്നതല്ലേ അല്ലേ? എങ്ങനെ വെക്കണ്ട്? വെറ്റിച്ച് വെച്ചാൽ മതിയാ? ലെയർ ആയിട്ടല്ലേ? കഴുക് ഇപ്പൊ ഇരുട്ടാവും. ചോടി ഞാൻ മണപ്പിച്ചു നോക്കിയെന്ന് വൈക. മണമില്ലേ? അല്ല ഇല്ല, പാമ്പിന്റെ മുതലായ കഷ്ണം. അലുവ കഷ്ണ. മീനിന്റെ കഷ്ണം ഇല്ലണത്. അങ്ങനത്തെ ഒരു മീൻ മണിക്ക് അത്ര പൈസ കൊണ്ടായിരുന്നു. ഫുൾ മീൻ ഇതിലൊക്കൊന്നും ഉണ്ടാവും. ഇതിലുണ്ടാവും. ഇന്ന് പൂച്ചക്കും നായ്ക്കൊന്നും ഇല്ല അല്ലേ? പൂച്ചക്കും നായ്ക്കും വേസ്റ്റ് ഇല്ലാതെ മീനായിപ്പോയി. അച്ഛൻ കണ്ടറിഞ്ഞ് മേടിച്ചതാണ് കേട്ടാ. എന്തേ? അല്ല നിനക്ക് പിന്നെ വേഗം മുറിക്കാൻ വേണ്ടിട്ടല്ല അല്ല, അച്ഛൻ വേഗം തിന്നാൻ വേണ്ടിട്ടാ. നിനക്ക് വേഗം മുറിക്കാൻ വേണ്ടിട്ട് പാവ അച്ഛൻ ഇങ്ങനത്തെ മീൻ കൊണ്ടുവന്നെയാണ്. രണ്ടാൾ ഭയങ്കര കുറ്റക്കടായതാ.
കുറ്റം കട്ടെ. അപ്പൊ ഞാൻ കഴുകട്ടെ. എന്താണ് ഇതാ സോപ്പ് ഇട്ടിട്ട് കുഞ്ഞാളെ കുളിപ്പിക്കുന്ന രണ്ടാളും കൂടിയിട്ട്. അമ്മ അത് ചീത്ത പറയുന്ന കുഞ്ഞിക്ക് കുഞ്ഞിന്റെ തലയാ കുട്ടി. രണ്ടാക്കും തല ഇതാ. ഒരാള് കുഞ്ഞിതാ, മറ്റൊരാളെ ചെറിയ കുഞ്ഞി. അപ്പൊ അടീന്റെ അമ്മ വയസ്സിൽ ഇപ്പൊ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ബാബ എന്താണ് പുതിയൊരു കുഞ്ഞ പോകുന്നില്ല. മട്ടലാകുമ്പോ വേഗം കത്തും. ഉണങ്ങിയ നല്ല മട്ടലാണ്. എന്തെന്നാ ഈ പിള്ളേർ കളിച്ചൂട്ടുന്നു ഭഗവാനെ. എന്തെന്നാ ഈ പിള്ളേർ തീ പിടിച്ചിട്ടുണ്ടേ. ആദ്യം എന്നാ മസാലയാ ആകണ്ട്. അപ്പൊ ആദ്യം നമുക്ക് മീൻകറിയിൽ കൊണ്ടുവന്ന മസാല അല്ലെ. നമ്മുടെ മീനെല്ലാം വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാം? പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. കറിവേപ്പില ഇട്ടെടുക്കേ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്, നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. എന്തെല്ലാം പൊടികളാ? പൊടികൾ എന്ന് പറഞ്ഞാല് മഞ്ഞൾപ്പൊടി, ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടാം അല്ലേ. സാധാ മുളക് പൊടി, സാധാ മുളക് പൊടി എന്താണ്? ആയിക്കോട്ടെ. സാധാ മുളക് പൊടി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇടണ്ട. കുറച്ച് ഉലുവപ്പൊടി, അപ്പം നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് തണിയാൻ വെക്കണം അല്ലേ. തണിയാൻ വെക്കേ. അപ്പം നമ്മുടെ മസാല ഏകദേശം തണിഞ്ഞിട്ടുണ്ടേ. അപ്പം നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഓല മീനിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നല്ല വൃത്തി പിടിപ്പിക്കയില്ല മീനിലേക്ക് മസാല. അപ്പം നമ്മുടെ മീനിൽ നല്ല വൃത്തി മസാല പിടിച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് അടുപ്പിലൊന്ന് റെഡിയാക്കാം, കത്തിക്കാം.
അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. ആദ്യം നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഒന്ന് വെളിച്ചെണ്ണ ചൂടുണ്ടാ? കുറച്ച് കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെ മസാല പെരക്കി വെച്ച് നമ്മളെ മീൻ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കുടംപുള്ളി വെള്ളേ. തീ കുറച്ച് കത്തിച്ച് തീ കെട്ടിട്ടില്ല. നച്ചു വരുന്നുണ്ട്. ആ നച്ചു. അതെ നച്ചു. അപ്പൊ നമ്മുടെ മീൻകറിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. തീയെല്ലാം കെട്ടിയിട്ടുണ്ടേ. ഇങ്ങനെ ആയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നീന് മേലെ എന്തിയാ പിന്നെ ഇടുന്ന മതിയാ? എന്നാ പിന്നെ ഇതെടുത്ത് വെക്കേ. എടുത്ത് വന്നോണ്ടി. എന്നാ പിന്നെ ഇനി കുറച്ച് ഒന്ന് പെരക്കേ. നച്ചു നച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. കാണുമ്പോ പറയാവുന്നുണ്ട്. ചെറുങ്ങ ചാറാക്കിനെ അച്ഛനോട് ചാറ് ചാറ് കൊടു. ലേശം ചാറാക്കി. ആ മതി. ഇതാക്കിയ ചോറില് മതി 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 മതി. എല്ലാം കത്തണ്ടേ. അച്ഛൻ തിന്നോക്കെ. കരിയേപ്പലിനെ കടിച്ചു തിന്നോ? കഷ്ണം കൂട്ട്. കഷ്ണം കോലമീൻ്റെ കഷ്ണം. നച്ച് സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തിന്നു വെച്ചു. ഞാൻ തിന്നിട്ട് എന്തേ ആദ്യം നമ്മുടെ ചാറൊന്ന് പെരക്കി നോക്കട്ടെ. നല്ല നെയ്സ്വാദില് മീനാണ് കേട്ടോ. പൊളി. നമുക്ക് കാണുന്ന പോലെ മീൻ നല്ല ഉറപ്പുണ്ട് കേട്ടാ. അത്ര വലിയ സോഫ്റ്റ് മീൻ ഒന്നല്ല. കറി സൂപ്പറാ. നച്ചു കഷ്ണാടോ ആരും ഇല്ല. ഞാൻ നച്ചത് കഴിക്കട്ടെ. നച്ചത് തരോടുത്തെ